ഞാൻ കേട്ടിട്ടുണ്ട് ലൈക്ക് ചില ഹോസ്പിറ്റൽസിൽ ഒരുപാട് ആൾക്കാരുണ്ട്, അപ്പോൾ ഡോക്ടർമാർക്ക് തിരക്കാണ്. നാച്ചുറൽ ബർത്തിന് സമയം എടുക്കും, ചിലപ്പോൾ 1 ദിവസം 2 ദിവസം 3 ദിവസമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഡോക്ടേഴ്സ് ഓൾസോ എൻകറേജ് പെട്ടെന്ന് സി സെക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ അവരുടെയും പെട്ടെന്ന് പണി കഴിയും, നിങ്ങൾക്ക് പെട്ടെന്ന് വീട്ടിൽ പോകാം. അത് സത്യമാണോ? എത്ര സത്യമാണത്? ട്രൂ ടു ആൻ എക്സ്റ്റെന്റ്. കേരളത്തിൽ ഓണം വെക്കേഷൻ ഏറ്റവും കൂടുതൽ ബർത്ത് കുറവും, അതിന് മുന്നേ തൊട്ട് മുന്നേ ഭയങ്കര റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുവാണെങ്കിൽ ബർത്ത് കൂടുതലാണ്. അതുപോലെ തന്നെ ക്രിസ്മസ് ഹോളിഡേയ്സിന് ഡോക്ടേഴ്സ് വെക്കേഷൻ പോകുന്നുണ്ട്. ഡോക്ടേഴ്സ് മാത്രമല്ല, നമ്മളെ നഴ്സിംഗ് സ്റ്റാഫ്സ് ആവാം, ഹോസ്പിറ്റലിൽ ടോട്ടലി സ്റ്റാഫ് ഷോർട്ടേജ് വരും. കൂടുതലും ഈ സമയമെടുത്ത് നിൽക്കുന്നവർ, ഇപ്പോൾ 25 ക്രിസ്മസിന് December 25 നിൽക്കുന്നവരാണെങ്കിൽ ഒരു 20 വെച്ച് ഇൻഡ്യൂസ് ചെയ്ത് എങ്ങനെയും പ്രസവിപ്പിച്ചിട്ട് എല്ലാവർക്കും വെക്കേഷന് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പക്ഷെ അങ്ങനെ ഈ നേരത്തെ പ്രസവിപ്പിക്കുന്നതിനൊക്കെ കുഞ്ഞിന് ദോഷകരമായിട്ട് ബാധിക്കാൻ സാധ്യതയില്ല. ദ ബേബി ഓർ ദ വുമൺ മൈറ്റ് നോട്ട് ബി റെഡി ടു ഗീവ് ബർത്ത്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ ഫെയിൽഡ് ഇൻഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ സി സെക്ഷനിൽ 20% ഡാറ്റ നോക്കുകയാണെങ്കിൽ പ്രൈമറി സി സെക്ഷൻ ചെയ്യുന്നവരിൽ 20% ഫെയിൽഡ് ഇൻഡക്ഷൻ ആണ്. ഈ വേദന വരുത്താൻ വേണ്ടി ചെയ്തിട്ട് അത് ഫെയിൽ ആയി പോയവരാണ് 20% ഓഫ് ദ പോപ്പുലേഷൻ. ഡോക്ടറെ, എന്റെ കുഞ്ഞ് ഈ സമയത്ത് ജനിച്ചു കഴിഞ്ഞാൽ ജാതകം കറക്റ്റ് ആയിരിക്കും, നക്ഷത്രം കറക്റ്റ് ഭയങ്കര ആയിരിക്കും. കൂടുതലാണ് മുഹൂർത്തം. അത് കേരളത്തെക്കാട് കൂടുതൽ തമിഴ്നാട്ടിലാണ്. ദേ ഹാവ് സം ഡേറ്റ്, നോട്ട് ഓസ്പീഷ്യസ് ഡേറ്റ് അല്ലാത്ത ദിവസങ്ങളിൽ ഒരു കാരണവശാലും കുട്ടി പുറത്തു വരാൻ നോട്ട് ദ മദർ ഓർ ദ ഫാദർ, ദ ഗ്രാൻഡ് പേരൻസ് വിൽ നോട്ട് ലെറ്റ്.